ഏപ്രിൽ 10 നമ്മളുടെ ഈദ് ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിച്ചു. സാധാരണ നമ്മൾ ഈദൊരു ബിരിയാണിയിൽ മാത്രം ഒതുക്കാറുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ കുറച്ച് കാര്യമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. മറ്റൊന്നുമല്ല, അന്ന് എന്റെ അപ്പയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ എന്റെ പേര് എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, എന്തുകൊണ്ടാണ് തെരേസ കൊറോണ എന്നുള്ളൊരു പേര്. ഞാനിത് ചാനലിന് വേണ്ടിയിട്ട് ഇട്ട പേരല്ല കേട്ടോ, എന്റെ ഒഫീഷ്യൽ നെയിമാണ് തെരേസ കൊറോണ. വർഷങ്ങൾക്ക് മുൻപേ വൈറസ് വരുമെന്ന് കണ്ടെത്തി എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഈ പേര്. ഇത് ചുമ്മാ ഒരു പേര് മാത്രമല്ല, ഇതിനകത്ത് ഞങ്ങൾക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, തെരേസ എന്നുള്ളത് എന്റെ അമ്മയുടെ പേരാണ്. അതുപോലെ കൊറോണ എന്നുള്ളത് എന്റെ അപ്പനെ എടുത്തു വളർത്തിയ ഒരു സിസ്റ്റർ ആന്റിയുടെ പേരാണ് കൊറോണ എന്നുള്ളത്. അപ്പൊ അമ്മയ്ക്ക് തുല്യമായിട്ട് നിൽക്കുന്ന ആ ഒരു സിസ്റ്റർ ആന്റിയുടെ പേരാണ് അപ്പച്ചൻ എനിക്കിട്ടത്. അപ്പൊ ശരിക്കും അപ്പച്ചൻ ജനിച്ച ഡേറ്റ് ഇതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ല കേട്ടോ. കൊറോണ അമ്മ അപ്പച്ചന് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ വർഷങ്ങളായിട്ട് ആഘോഷിച്ചു പോരുന്നത്. സീറോയിൽ നിന്ന് നമുക്ക് ലൈഫ് തുടങ്ങാമെന്നും എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും കൂളായിട്ടുള്ള ഒരു അപ്പൻ എന്റെ പുറകിലുണ്ടെന്നും എനിക്ക് ധൈര്യം തന്ന എന്റെ റോൾ മോഡലാണ് എന്റെ അപ്പനും. 2 സംസ്ഥാനങ്ങളുടെ അറ്റത്തായി കിടക്കുന്ന ഇവരെ കൂട്ടിച്ചേർത്തത് പലപ്പോഴും ദൈവമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പേരിന് പിന്നിലെ കഥ. സോ ബൈ.